ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ പ്രശസ്ത കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെ ആക്രമണം. ആക്രമികൾ സ്ഥാപനത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നവംബർ 23-നും 25-നും ഇടയിൽ നിരവധി കോളേജുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തെരുവാക്രമണത്തിനിടയിലാണ് ധാക്കയിലെ സെന്റ് ഗ്രിഗറി സ്കൂളും കോളേജും വിദ്യാർത്ഥികളടങ്ങുന്ന 35 അംഗ സംഘം ആക്രമിച്ചതെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിൽ രാജ്യത്തെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ജാഗ്രത നിർദ്ദേശം പാലിക്കാൻ സഭാ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആക്രമണം മണിക്കൂറോളം നീണ്ടുനിന്നതായും ഏകദേശം $1,00,000 രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിനം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ആക്രമണത്തെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനം അനിശ്ചിത കാലത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അക്രമികൾ ഞങ്ങളുടെ സ്കൂൾ പരിസരവും ഓഫീസ് മുറികളും നശിപ്പിക്കുകയും ഞങ്ങളുടെ 2 സുരക്ഷാ ഗാർഡുകളെ മർദ്ദിക്കുകയും സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. തീവ്രവാദികൾ ആക്രമിക്കുന്ന ശൈലിയിൽ അക്രമികൾ പെട്രോൾ ബോംബുകൾ പൊട്ടിച്ച് പരിഭ്രാന്തി സൃഷ്ടിച്ചുവെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ധാക്കയിലെ സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ എന്നിവയുൾപ്പെടെ കത്തോലിക്ക സഭ നടത്തുന്ന 19 സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ബംഗ്ലാദേശ് കാത്തലിക് എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി ജ്യോതി എഫ് ഗോമസ് ആവശ്യപ്പെട്ടു. നവംബർ 23 മുതലുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങളും ആക്രമണങ്ങളും ധാക്ക നാഷണൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഡോക്ടർ മഹബൂബുർ റഹ്മാൻ മൊല്ല കോളേജിലെ വിദ്യാർത്ഥിയായ അഭിജിത്ത് ഹാൽദർ ആശുപത്രിയുടെ അശ്രദ്ധ കാരണം ഡെങ്കിപ്പനി ബാധിച്ച് 2 ദിവസത്തിനകം മരണപ്പെട്ടു. ഇതേ തുടർന്ന് ആശുപത്രിക്കെതിരായ വിദ്യാർത്ഥി പ്രതിഷേധം തലസ്ഥാനത്തുടനീളം വ്യാപിക്കുകയായിരുന്നു. ഈ സംഘർഷങ്ങൾ അടുത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികളിലുമായി അക്രമാസക്തമായ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് വഴിവെക്കുകയായിരുന്നു.